നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു ഉണ്ടോ ഈ കയറ്റം കയറിയിട്ട് അതാണ് അത്. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് ഇവിടം വരെ സസ്പെൻസ് നമ്മളിവിടം വരെ എത്തിച്ചത്. നമ്മളിതാ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. இப்போ ஜூன் ஜூலை ஆகஸ்ட்ல இருந்து தென்மேற்கு பருவமழை. സാറും പഠിച്ചു. தென்மேற்கு பருவமழை. അനിൽ സാറ് കുറച്ച് ഇരുട്ടുകടയിൽ നിന്നുള്ള ഹലുവയൊക്കെ കിട്ടി അല്ലേ? ഇരുട്ടുകടൈ ഹൽവ വളരെ ഫേമസ് ആണ്. തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിപ്പിച്ചാണ് ഈ ഒരു ഹൽവ. ഇത് ക്യൂ നിൽക്കാതെ സാറിന് കിട്ടി. 40 அடி இருக்கும். 40 அடி. ஆமா, அதில் போர் இருக்கு. அந்த போர் வந்து அப்படியே பொங்கி நான் சாடுதில்ல. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോളാറിലെ KGF-ൽ നിന്ന് യാത്ര അവസാനിച്ച് വീട്ടിലേക്കൊന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും ചെയ്തില്ല. ആൻ്റോയുടെ വീട്ടിലേക്കും പോയി. അതിനുശേഷം മറ്റൊരു യാത്രയുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തിരുനെൽവേലി പോകുന്ന റൂട്ടിലാണ്, നാഗർകോവിൽ തിരുനെൽവേലി റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഇന്നും യാത്രയിൽ ഒരാൾ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് നമ്മുടെ അനിൽ സാറ്. സാറേ നിൽക്കുന്നു. ഹലോ സാറേ, നമസ്കാരം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സാർ നമ്മോടൊപ്പം പിന്നെയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സാറിന് 1-2 ദിവസത്തെ അവധിയുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തൊന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങോട്ടാന്നുള്ളതൊന്നും തീരുമാനിച്ചില്ല അല്ലേ സാറേ? നിശ്ചയിച്ചിട്ടില്ല. യാത്രകൾക്ക് എപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. ഇങ്ങനെയുള്ള യാത്രകൾക്ക് പ്ലാൻ ചെയ്ത് ഒരു യാത്രയും അതെ നടക്കുകയല്ല. എന്നാന്ന് വെച്ചപ്പോൾ നമ്മൾ തിരുനെൽവേലിക്ക് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി എന്തിനു പോവാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ എന്തിനു പോകുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പോകുമ്പം നല്ല കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഗ്രാമങ്ങളോ അല്ലെങ്കിൽ നല്ല ടൗൺ അല്ലേ ടൗൺഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് കൃഷിയിടങ്ങളോ ഗ്രാമപ്രദേശങ്ങളോ ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു കാഴ്ചകൾ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അങ്ങനെ ഒരു യാത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗർകോവിൽ തിരുനെൽവേലി റൂട്ട്. തിരുനെൽവേലി എന്നല്ല, ഇത് കണ്ടിന്യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമുക്ക് തൂത്തുക്കുടി ഭാഗം, മധുര, രാമേശ്വരം ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. കന്യാകുമാരി കാശ്മീർ വരെ കിടക്കുന്ന ഹൈവേ ആണ്. നമുക്ക് അവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തിരുനെൽവേലി എന്ന് പറയുന്നില്ല, ഈ ഒരു റൂട്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വിജനമായി കിടക്കുന്ന സ്ഥലം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വണ്ടി നിർത്തി ഒരു 5 മിനിറ്റ് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വാഹനം ഒന്ന് സൈഡിൽ പാർക്ക് ചെയ്തു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും, കുറേ നൊങ്ക് പനകൾ കാണാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഹൃദ്യമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ചങ്ങ് നടക്കാം. ഇപ്പോൾ ഒരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് മീൻസ് ഒരു വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം. കുറേ അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് നടന്ന് എന്താണ് ആ ഒരു ഭാഗത്ത് ഉള്ളതെന്നൊക്കെ കാണാനായിട്ടൊരു ക്യൂരിയോസിറ്റി. ഒരു ഉയർന്ന പ്രദേശമാണ്, പിന്നീട് ഒരു ഡീപ്പായ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതൊക്കെ അങ്ങ് നടന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കി തിരിച്ച് നമുക്ക് വരാം. സാർ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നടക്കാം അല്ലേ? നമ്മുടെ വണ്ടി എന്തായാലും ആ ഒരു ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്തത്. അത് മെയിൻ റോഡാണ് കേട്ടോ, ആ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തു. ഇനി വേണേൽ കഞ്ഞിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പോകാം കേട്ടോ. സാറിന് ചെറിയ പനിയോ ജലദോഷമൊക്കെ ആയിരുന്നു, ചുമ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് വേണമെങ്കിൽ സാറിനെ കൊണ്ട് കഞ്ഞി അടിപ്പിക്കുന്ന. സാറ് നല്ല കുക്കാണ്. അരിയുണ്ട്, അരിയുണ്ട്, എല്ലാം ഉണ്ട്. പയറില്ല, അരിയുണ്ട്, മുളകുണ്ട്. മുളക് ഇഷ്ടമല്ലേ സാറിന്? മുളക് ഇടിച്ചത്, അച്ചാർ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തീർന്നൊന്നും ഓർമ്മയില്ല. അതെ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് നടക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല രസമല്ലേ കാണാനായിട്ട്? പനകളുണ്ട്. പിന്നെ അവിടെ ഒരു തിട്ട കാണുന്നത്, അതിനപ്പുറം എന്താണ്? അതാണ് ഞാനത് പറഞ്ഞു വന്നേ. ഒരു പിടിപാടും ഇല്ല, ഒരു വിജനമായി കിടക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പം എന്തോ ഒരു ദൂരത്തെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു മനസ്സ് നമ്മളെ മാടി വിളിക്കുക. വാ നോക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടപ്പോ അതാ നമ്മളൊന്ന് പോയേക്കാന്ന് വിചാരിച്ചപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സവിശേഷത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെത്തുമ്പോൾ
നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോഴും ഒരു ഭയങ്കര തിക്കും തിരക്കും ഒക്കെ അല്ലേ? അതെ അതെ. ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ആളെയൊന്നും കാണുന്നില്ല ഈ ഭാഗത്തെ. ഒരു മനുഷ്യൻ ഒരു ശാന്തതയുണ്ട്. അതെ അതെ അതെ. നമുക്ക് കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കതിനുള്ള സ്ഥല സൗകര്യങ്ങൾ വളരെ കുറവാണല്ലോ, ഇടുങ്ങിയ സ്ഥലമാണ്. നമ്മളൊരു പാല് പോലെ കിടക്കുന്ന സ്ഥലമല്ല. അതെ അതെ. പക്ഷേ അങ്ങനെയല്ല, ഇത് വിശാലമായിട്ട് കിടക്കുന്ന ഇവിടെ ഒന്നും ഒരു മനുഷ്യരെയും ഒന്നിനെയും കാണാനില്ല. ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ ആവാം എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ആകാം. കാരണം വാഹനം പോകുന്ന വഴിയാണ് കണ്ടോ, മെയിനായിട്ട് വാഹനം പോകുന്ന വഴിയാണ്. പിന്നെ മലയൊക്കെ കണ്ടില്ല, മലയും അതിൻ്റെ പുറത്ത് മേഘങ്ങളും. അതെ അതെ അതെ. ആ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു 2 മല ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ് തലയെടുപ്പോടെ. അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഈ വഴി എപ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ഒരു ഫ്രെയിം നല്ല രസമാണ്. നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന ഫ്രെയിമാണ്. തിരുനെൽവേലി ഭാഗങ്ങളിലെ ഒരുപാട് ഇങ്ങനെ നല്ല മലകളുണ്ട്. അതെ 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 അതെ. ഇപ്പോൾ ആണെങ്കിൽ ചെറിയ രീതിയിൽ മഴയുടെ ഒരു ഇതാന്ന് തോന്നുന്നു, കാർമേഘം എല്ലാം മൂടിക്കെട്ടിനിപ്പുണ്ട്. ഇല്ലല്ലേ? കാരണം വെച്ചാൽ ഇവിടെ പൊതുവെ തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നത് നമ്മുടെ തുലാവർഷ സമയത്താണ്. ഒരു 2 മൺസൂൺ ആണല്ലോ നമുക്കുള്ളത്. സാധാരണ മൺസൂൺ കൊണ്ട് പിന്നെ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. ഈ മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്ന ഇടവപ്പാതി, പിന്നെ വരുന്നത് തുലാവർഷം. ഇടവപ്പാതി സമയത്ത് കേരളത്തിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ മഴയില്ല, ഒരു റെയിൻ ഷാഡോ പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ മഴ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ നവംബർ മാസങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലേ? അല്ല, ആ ഒരു റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത് തുലാവർഷം സമയത്താണ് ഇവർക്ക് മഴ പെയ്യുന്നത്. ഓ ശരി ശരി. ഇവിടെ തന്നെ നമുക്ക് ഈ മണ്ണ് നോക്കിയാൽ കാണാമല്ലോ, നനഞ്ഞൊന്നും കിടപ്പില്ല. പൊതുവെ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ മണ്ണും മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കും. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലം ഓർമ്മയില്ല സാറിന്? റെഡ് സാൻഡ്. ഏതാണ്? ആ ഒരു കളർ അല്ലേ, പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും അല്ലേ? അതിൻ്റെ ഒരു കളർ ചുവന്ന ഒരു കളർ. പക്ഷെ അത് അത്ര പെട്ടെന്ന് ക്യാമറയിൽ ഫീൽ ചെയ്യല്ലേ, യെല്ലോ ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ കാഴ്ചയിൽ. പക്ഷെ അത് നമ്മളന്ന് പോയ തെരിക്കാട് കുറച്ചുകൂടെ നല്ല പൊഴിയാണ്. അതെ അതെ അതെ, നല്ല പൊഴി മണ്ണാണ്. പക്ഷെ ഇവിടുത്തെ മണ്ണ് അത്ര പൊടിയില്ല. ഇതിപ്പോ നമ്മളിങ്ങനെ തെറ്റിക്കുമ്പോൾ കുറച്ച് പൊടി പറക്കുന്നു. അതെ അതെ അതെ, അവിടെ പൊടി പറക്കും. അതെ, കടൽ തീരത്തുള്ള ഒരു മണ്ണ് പോലത്തെ അല്ലേ? അപ്പോൾ എന്തായാലും പതുക്കെ മുകളിലേക്ക് നടക്കാം. നമ്മുടെ ഉദ്ദേശിച്ച ഒരു സ്ഥലം അടുത്തടുത്ത് എത്തുന്നുണ്ട്. ഒരു രക്ഷയില്ല, കിടിലൻ, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. നൊങ്കിൻ്റെ ആ പനകളുടെ ആ ഒരു ഭംഗി, പ്രത്യേകിച്ച് ഇങ്ങനെ വിജനമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ ഒരു വൈഡ് ഫ്രെയിമിൽ കാണുമ്പോഴത്തേനും നല്ല രസമാണ്. സാർ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. കൊള്ളാം. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു കണ്ടോ, ഈ കയറ്റം കയറിയിട്ട് അതാണ് അത്. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് ഇവിടം വരെ സസ്പെൻസ് നമ്മളിവിടം വരെ എത്തിച്ചത്. ഇത് നമ്മളിതാ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതൊന്ന് കയറി. എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു തിട്ടയായിരുന്നു ഇത്. ഓ എൻ്റെ അമ്മേ, ഇത് എനിക്ക് തോന്നുന്നു സാർ ഇത് നദി എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതെന്തോ ഒരു മഴക്കാലത്ത് വെള്ളം പോകുന്ന സ്ഥലം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തിട്ടയാണ്. തിട്ടയാണ്. വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യല എന്തായാലും ഉണ്ട്. ആ 2 സൈഡിലും തിട്ടയുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡുകളിലെല്ലാം തിട്ടയുണ്ട്. നല്ല ഭംഗിയാണ്. ஐயா வணக்கம் ஐயா. குளம். அப்போ வெள்ளம் எங்கே தண்ணி எங்கேருந்து வந்துடும்? കൊടുമുടിയാറ് അണക്കെട്ട്. ഓ, അവിടെ നിന്ന് വെള്ളം അതിന്റെ ടാങ്കാണോ? ഓ, റിസർവർ ആണ്. അപ്പോൾ ഇതിപ്പോൾ വെള്ളം ഇല്ലല്ലോ, ഇതിൽ തണ്ണി ഇല്ലല്ലോ, അണയിൽ സ്റ്റോർ ആയിരിക്കും. ഓ அப்படியா? അപ്പോൾ ഏത് മാസത്തിൽ இந்த വെള്ളം വന്നിടും? ഓ, അടുത്ത തുറന്നിടും. ഓ, അപ്പോൾ ഇത് മൊത്തം വെള്ളം നിറയുമോ? 42 അടി ഇരിക്കുക. ഓഹോ. എന്നിട്ട് ഈ വെള്ളം എങ്ങോട്ട് പോകും? പെരിയ കുളം. ഓ, ആ ഒരു സ്ഥലത്തേക്ക് വള്ളിയൂർ പെരിയ കുളം അങ്ങേ പോയിടും. ആ, ഇത് ഈ കുളത്തിന്റെ പേര് പെരിയ കുളം. ഓ, ശരി ശരി ശരി. ആ, ഓ, അന്തമല. ആ, அங்கே தானே டேம் இருக்கு. ഡാമിന്റെ പേര് കൊടുമുടിയാറ് ഡാം. ഡാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി.
അപ്പോൾ ഇത് ഇപ്പോൾ വന്ന് ആടുകളെ മേയ്ക്കാതെ ഇടാം. ஆடு ஆடு மாடு அதில் கொஞ்சம் தண்ணி இடம் ஆடு மாடு. ஓ ஆடு மாடுகள் அங்கே தானே இருக்கு. ஓகே ஓகே. நீங்கள் அது வேலை ஆடு மாடுகளாയിട്ട് வந்ததா? இல்லை நான் எங்கள் வயல் இதில் பக்கத்தில். ஓ அப்படியா, வயல் இருக்கு. இப்போ கிருஷி இருக்கா? அல்ல விவசாயம் இருக்கா இப்போ? விவசாயம் இருக்கு. அப்படியா? என்ன வாழை எல்லாம் எல்லாம் இருக்குது. எங்கே பக்கத்தில் தானே? பக்கத்தில் பார்க்க முடிയുமா? ശരി ശരി. അപ്പോൾ എന്നാൽ അങ്ങോട്ടൊന്ന് പോകാം സാർ. എന്തായാലും നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഒരാൾക്കാരെ പരിചയപ്പെട്ടതൊക്കെ അങ്ങ് പോവാം. ഓ അയ്യയുടെ പേര്? മുത്തുകൃഷ്ണൻ. മുത്തുകൃഷ്ണൻ. ഓ ശരി ശരി. ഓ ഭീകര കാറ്റാട്ടോ സാറേ. ഓ 5 കിലോമീറ്ററാ? 5 കിലോമീറ്റർ. ஓ இதில் அந்த பக்கம் அனாது கற்றுட்டு ஓ அங்கே ഇത് മൊത്തം വെള്ളം നിറയുമോ? ഫുള്ള് നിറയും. അപ്പോൾ അതായത് സാറേ നവംബർ ഡിസംബറിൽ നല്ല ഫുള്ള്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെ. ഈ തിട്ട കയറി കഴിയുമ്പോൾ വെള്ളം കാണുന്നു. വെള്ളം ഇല്ലെന്നേ ഉള്ളു. നമുക്ക് കാണാൻ സാധിച്ചില്ല. വെള്ളം നിറയും. ആ സൈഡിൽ വെള്ളം ഉണ്ട് ഇപ്പോൾ. നവംബർ ഡിസംബറിൽ ഇതുവരെ വെള്ളം. ഓ ഇங்கே വരെ വന്നിടും. ഓ அப்படியா? അപ്പം ഇത് ഫുള്ളും നിറഞ്ഞിടും. ഈ വെള്ളം എന്തിനാണ്? കൃഷിക്കാണ്. കൃഷി വ്യവസായം. വ്യവസായർക്ക്. ഓ ശരി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വള്ളിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വള്ളിയൂർ വില്ലേജാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റുമല്ല, ഒരു റിസർവെയറാണ്, ഡാമിൻ്റെ റിസർവെയറാണ്. ഇപ്പം നിലവിൽ ഇവിടെ വെള്ളമില്ല. നമ്മുടെ അയ്യ പറഞ്ഞത് ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാകും. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം സ്റ്റോറാകുമെന്ന് പറഞ്ഞു. ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു വെള്ളം പരന്ന് കിടക്കുന്നത്, അതായത് ഈ വ്യാപിച്ച് കിടക്കുമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിട്ടയുടെ അടുത്ത് വരെ വെള്ളം വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ തിട്ട കെട്ടി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് മെയിൻ റോഡിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഈ വഴിയിലെല്ലാവരും തിട്ട കെട്ടി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേനും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ വിശാലമായി കിടക്കുന്ന സ്ഥലം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാഴയുണ്ട്, തെങ്ങുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ കരിവേലം, അതിൻ്റെ മരങ്ങൾ കാണാൻ സാധിക്കും. അത് കൃഷിയല്ല കേട്ടോ, അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അവിടെ. പിന്നെ കുറേ ആടുകൾ പോകുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. എന്തായാലും നമുക്ക് കുറച്ച് നടക്കാം. നമ്മുടെ അയ്യയ്ക്ക് അവിടെയായിട്ടൊരു കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. കൃഷിത്തോട്ടമുണ്ട്, വാഴ എന്തൊക്കെ അവർ നട്ടിട്ടുണ്ട്. അപ്പോൾ അയ്യ അങ്ങോട്ട് പറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ വളരെ യാദൃശ്യമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്ത് പതുക്കെ അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്തേക്ക് പോകാം. ഇവിടെ മുതൽ ടാറിങ് തുടങ്ങിയല്ലോ. ഇവിടെ നല്ല റോഡാണ്. മൺ റോഡ് കഴിഞ്ഞു. ഇപ്പോൾ ടാറിങ്ങാണ്. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെ? நம்ம கவர்மெண்ட் ப்ராப்பர்ட்டி. கவர்மெண்ட் டிபார்ட்மெண்ட் ஆஃப் பிடபிள்யூடி. ഓ PWD. ഓക്കെ. നല്ല അടിപൊളി സ്ഥലമല്ലേ സാറേ? നല്ല ഭംഗി. അടുത്ത് സ്കൂളും കോളേജൊന്നും ഇല്ല. ഇതിനടുത്ത് സ്കൂള് കോളേജൊന്നും ഇല്ല. காலேஜ் இருக்குங்க, அங்க இருக்கு. காலேஜ்லாம் இருக்கு. ഓ ശരി. 3 ഹയർ സെക്കൻഡറി സ്കൂൾ இருக்கு. ഓ ഹയർ സെക്കൻഡറി ഉണ്ട്. 3 സ്കൂൾ. കോളേജ് இருக்கு. கவர்மெண்ட் காலேஜா? கவர்மெண்ட் காலேஜ் தனியார். பக்கத்தில் கல்யாணம் ஒரு 5 கிலோமீட்டரில் கல்யாணம்னு இருக்கு. அதில் காலேஜ் இருக்கு, TDMNS காலேஜ்னு. TDMNS எப்படியா? ഓ ഇവിടെയല്ലേ? അപ്പോൾ അയ്യയുടെ കൃഷി സ്ഥലത്തേക്കുള്ള വഴിയാണ് നമ്മളിതാ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയാണ്. ഇതിപ്പം അയ്യ ലീസിന് എടുത്തിരിക്കുന്നതാണോ? അപ്പം വ്യവസായം പണത് സ്വന്തം ഇടം. ഓ പട്ടയിർക്ക്. ഓക്കെ, പട്ടയിർക്ക്. പട്ടയിർക്ക്. എത്ര ഏക്കറുണ്ട്? ഒരു ഏക്കർ. ഒരു ഏക്കർ. എന്നാ കൃഷി എവിടെ? അതിൽ വാഴ തെന്നെ പോകും. ഓഹോ. അപ്പോൾ ഇത് വന്ന് വ്യവസായം വന്ന് ലാഭം തന്നെ? ഉழைப்பு இருக்கணும், உழைப்பு இருந்தால். ഓ ശരി. വാഴപ്പഴമൊക്കെ കേരളത്തിലോട്ടാ വിടുന്നത്. ഇതിനകത്ത് കേട്ടോ സാറേ, ഞാൻ ഒരിടയ്ക്ക് പോയി ഇതുപോലെ തമിഴ്നാട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും വ്യവസായം അവർ ലാഭമാണ് അവർ പറയുന്നത്. അയ്യ ഇതുപോലെ പരിചയപ്പെട്ടേ ഞങ്ങൾ കഴിഞ്ഞ യാത്രയിലേ. അപ്പോൾ അവരും പറഞ്ഞു നല്ല ലാഭമാണ്, നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭമാണെന്ന് പറഞ്ഞു. മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇതാന്ന് പറഞ്ഞു അവർക്ക്. അപ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മഴ എപ്പോൾ വരും? മഴ ടൈം എപ്പോഴാണ്? നവംബർ ഡിസംബറിലാണ് ഇവിടുത്തെ നമ്മുടെ തുലാവർഷ സമയം. ഓ நார்த் வடகிழக்கு பருவமழை. நவம்பர் டிசம்பர் வடகிழக்கு பருவமழை. വടകളയ്ക്ക് പരുവമഴ. അച്ഛനെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തമിഴ് പഠിക്കേണ്ടി വരും. இப்போ சாரல். இப்போ சாரல். ஆமாம், ஜூன் ஜூலை ஆகஸ்ட் வந்து சாரல். கேரளா சாரல்.
കേരളത്തിൽ ഇപ്പൊ മഴയാ? മഴ. இது வந்து தென்மேற்கு பருவமழை. அது நவம்பர் டிசம்பர் வந்து வடகிழக்கு பருவமழை. இப்போ ஜூன் ஜூலை ஆகஸ்ட் வந்து தென்மேற்கு பருவமழை. தென்மேற்கு பருவமழை. தென்மேற்கு பருவமழை. மான்சூன் ரெயின், சவுத் மான்சூன். என்ன നവംബർ ഡിസംബർ നോർത്ത് മാൻസൂൺ. ഉണ്ടോ? അയ്യേക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതെ, വിദ്യാഭ്യാസമുള്ള ആളാന്ന് എനിക്ക് മനസ്സിലായി. SSLC. ഇപ്പൊ എത്ര ഏജ്? എത്ര ഇപ്പൊ 72. അതെ, അതൊക്കെ ആള് നല്ല ജില്ലായിട്ടായിരിക്കുന്നത്. 72 വയസ്സുണ്ട്. കണ്ടാ പറയാല്ലേ സാറേ? എന്റെ പൊന്നെ മതി. ഹയർ സെക്കൻഡറിയും മറ്റേ കോളേജും പറഞ്ഞപ്പോഴും എനിക്കൊരു സംശയം. പിന്നെ പഠിച്ചില്ല? പ്ലസ് ടു പഠിച്ചു. 78க்கு அப்புறம் தான் +2. ഓ, പ്ലസ് ടു വന്നത്. 9th 10th 11th. പിന്നെ പഠിച്ചില്ല? ബിഫോർ 72, 9th 10th 11th. 78 ആഫ്റ്റർ 78 +1 +2. അപ്പൊ അണ്ണന് 10 കഴിഞ്ഞ് പഠിച്ചില്ല? 9th അപ്പം 9th 10th 11th 9, 10, 11. இப்போ வந்து 10 +1 +2. 78க்கு அப்புறம். அப்போ நீங்க 12th 10th முடிஞ்சாச்சா? 10th 11th രണ്ടും പോയിട്ട് 10th 11th 66 67. പിന്നെ കോളേജിൽ പോയില്ല? காலேஜ் കൃഷി. അപ്പോൾ വ്യവസായം பண்ணிட்டு இருந்தேன். தென்னை வாழை மோட்டர் கிணறு. ശരി ശരി ശരി. അപ്പോൾ അണ്ണ ഇപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. വെള്ളം അപ്പോൾ തണ്ണി എങ്കിൽ ഇപ്പം ഇங்கே இருக்கா? குளத்துல இருக்கா? போர் இருக்கு. போர் இருக்கு. ஆமாம், இது கிணறு வந்து 40 அடி இருக்கும். 40 அடி. ஆமாம், அதில் அதில் போர் இருக்கு. அந்த போர் வந்து அப்படியே பொங்கி என்ன சாடுது இல்லை, அப்படியே மேலே மாறு அப்படி பொங்கி அந்த போர் வந்து கம்ப்ரஸர் மாட்டிக்கும். ஆமாம், அதெல்லாம் போட்டு விட்டோம்னா விஷயம் அடிக்கும். நல்லா ஊற்று நல்லா. ഇവിടെ ഫ്രീയാ? കറണ്ട് ഫ്രീയാ? ഇവിടെ ഫ്രീ ഫ്രീ ആണോ? ഫ്രീ. ഫ്രീ. ഇത് എപ്പോഴും വെള്ളം ഇങ്ങനെ ഉണ്ടാവും? ഫുള്ളാണ്. നല്ല നവംബർ ഡിസംബറിലെല്ലാം வந்து ഫുൾ വെള്ളം. ஆனால் இதுவரை வந்து അത്രയും വരെ വന്നു. ആ റിസർവർ നിറയുമ്പോൾ ഇവിടെ நிறைய அப்படி வெளியே ஓவர்ஃப்ளோ. എൻ്റെ മോനെ അപ്പം എന്താ ആഴ്ചയായിരിക്കും? അവിടെ ചാടുള്ള തണ്ണി அப்படியே ഒരു ഊട്ടല്ല அப்படியே. ഇത് നല്ല താഴ്ച അല്ല. അപ്പം സാറിന് ആലോചിച്ച് നോക്കി, ആ സമയത്ത് ഇവിടെ വെള്ളം നിറയുന്ന സമയത്ത് എന്ത് താഴ്ചയായിരിക്കും അല്ലേ? അപ്പൊ ഇത് ചുറ്റും അതിലൊന്നും വേണ്ട? ആരെങ്കിലും വന്ന് വീണാലെന്ത് ചെയ്യും? ആരെങ്കിലും വീണാലെന്ത് ചെയ്യും ഇതിലോട്ട്? ചുവര് കെട്ടണം അല്ലേ? ഇല്ല, വേണ്ട വേണ്ട. ആരും എങ്കിൽ വരില്ല. നാങ്ക വേറെ ആരും വരും. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇതിപ്പോ 1 ഏക്കറുണ്ട് അല്ലേ? ഇത് 1 ഏക്കർ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അയ്യയുടെ സ്ഥലം. ഇവിടെ കണ്ടോ, തെങ്ങ് നട്ടിട്ടുണ്ട്, വാഴ നട്ടിട്ടുണ്ട്. ഓക്കെ. ആ, ശരി ശരി ശരി. നന്ദി. ഇത് അയ്യ അപ്പോൾ ഇங்கே താമസിക്കാതെ ഇங்கே മോട്ടോർ വരാം. ഓ, ഷെഡ് റൂം. ഓക്കെ. ഓ, അങ്ങ്. ഓഹോ, വില്ലേജ് ഇருக்கு. മക്കളൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ? കുളന്തകളൊക്കെ? கிராண்ட் டாட்டர் கிராண்ட் சன் எல்லாரும் கிறிஸ்டியா? சன் வந்து ஃபாரின்ல இருக்காரு. ജർമ്മനി. டாக்டர் ദുബായ്. NRIs ആണ്. NRIs ആണ്. ഫ്രീ. സന്തോഷം. ഓക്കെ, ശരി. ഓക്കെ, ബൈ. താങ്ക് യു. ഓ, ശരി. ആ, അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മളിതാ അയ്യയുടെ കൃഷിത്തോട്ടത്തിനകത്തൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ചെല്ലുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി അയ്യയുടെ അടുത്തുനിന്ന്. ഹലോ സാറേ, ഇതെന്താണ് ഇങ്ങനെ നട്ടേക്കുന്നത്? വാഴ തെങ്ങ് നോക്കി. ഒരു വാഴ കഴിഞ്ഞാൽ ഒരു തെങ്ങ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഴ, പിന്നെ ഒരു തെങ്ങ്, അങ്ങനെ നട്ടേക്കുന്നത്. രസമുണ്ടല്ലേ? അതെ. അത് നല്ല കുലച്ചൊരു തേങ്ങയല്ലോ. ആ, അങ്ങോട്ടൊക്കെ നൊങ്ക് നിറഞ്ഞിപ്പുണ്ട്. ബാ, ഇനിയിപ്പോൾ ചാടാം. എന്തായാലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളെ, ഒരു കർഷകനെ കണ്ടപ്പോൾ ഒരു സന്തോഷം. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയില്ലേ? 66-67 SSLC. ആ, അതെ അതെ അതെ. 72 വയസ്സായി അല്ലേ? എന്നാലും ഇപ്പോഴാ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് സാറേ. എങ്ങനെയാണ് പോകേണ്ടത്? ഇത് അങ്ങനെ കിടക്കാം. നമ്മുടെ കാർഗോടൊക്കെ അല്ലേ? ആ, അവിടെ അല്ലേ?
ഓക്കെ, അങ്ങനെ ചാടി കയറാം. എന്തായാലും ഫസ്റ്റിലെ തന്നെ നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് അല്ലേ, കൃഷിയിടങ്ങളൊക്കെ പാത്ത്. നമ്മുടെ കാർ അതല്ല, നമ്മുടെ കാറല്ല അത്, അല്ല നമ്മുടെ കാർ ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിലേയും പോകാം എങ്ങനെയാണെങ്കിലും പോകാം. അല്ല, മെയിൻ റോഡിൽ കിടന്നാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഒരു വഴിയിലൂടെ നടന്ന് നമ്മൾ മറ്റൊരു വഴിയിലെത്തി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടെ ഒരു തിട്ട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനപ്പുറം വെള്ളം ഉണ്ടെന്ന്. വെള്ളം ഉള്ളതാണ്, ഇപ്പം അതൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പം അവിടെ നിലവിൽ വെള്ളമില്ല. നവംബർ ഡിസംബർ മാസത്തിലല്ലേ, ആ ഒരു സമയത്തല്ലേ, ആ സീസണിലല്ലേ അവിടെ വെള്ളം നിറയുന്നത്. ആ സമയത്ത് തമിഴ്നാട്ടിൽ മഴ. ഓ, അന്ന് ചിലപ്പോൾ അത് കാണാൻ എന്നാ രസമായിരിക്കും അല്ലേ, ആ പരന്ന് കിടക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാറേ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇതാ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നത് വണ്ടിയൊക്കെ പോകുന്ന മെയിൻ റോഡിൽ കൂടെയാണ്. നാഷണൽ ഹൈവേയുടെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അയ്യയുടെ സ്ഥലത്ത് ഈ ഒരു ഭാഗം വരെ ഉണ്ട് കേട്ടോ, മെയിൻ റോഡ് വരെ ഉണ്ട് കേട്ടോ, സർവീസ് റോഡ് വരെ ഉണ്ടെന്ന് തോന്നുന്നു വാഴയുടെ. അങ്ങനെ നമ്മളെന്താ നടന്ന് നമ്മുടെ കാറിൻ്റെ ഏകദേശം അടുത്തെത്തിയെന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് പിന്നെ അകത്തേക്ക് പോകണം. നമ്മൾ അങ്ങനെ കയറി പോലെ ചെയ്തേ, കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മളിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോയത്. നല്ല കാറ്റല്ലേ ഈ ഒരു ഭാഗത്ത്, ഭയങ്കര കാറ്റ്. എന്നാൽ അങ്ങോട്ട് അത്ര കാറ്റില്ല, വെയിലും ഇല്ല, ഒരു സുഖമുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ തിരിക്കാമല്ലേ. ഇനിയിപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, എന്തെങ്കിലും പരിപാടി നോക്കാം. ഇനിയിപ്പം വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം പോകും. കാലായില്ലേ? ആ, വെളിയിൽ നിന്ന് കഴിക്കണം. എന്തായാലും നമുക്ക് പിന്നെ എപ്പോഴും ഒരു സമയത്ത് സെറ്റ് ചെയ്യാം. കഞ്ഞി ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോവുള്ളൂ. അതെ അതെ അതെ. ആ, കയറിക്കോ. ഓക്കെ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഹോട്ടൽ സായിബാല വെജിറ്റേറിയൻ, ഹൈവേയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നൊരു ഹോട്ടലാണ്. എന്തായാലും നമുക്കൊരു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഊണ് കിട്ടുമോ എന്നറിയില്ല, പക്ഷെ ഒന്ന് ചോദിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് നമുക്കിനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്വേലിക്ക് അടുത്തുള്ള ഒരു ഹൈവേയിലാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ മധുരയ്ക്ക് പോകാം, പിന്നെ തൂത്തുക്കുടി പോകാം. അങ്ങനെയൊക്കെ ഈ റോഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി ടൗണിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. തിരുനെൽവേലി ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരുനെൽവേലി ടൗണൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇരുട്ടുകടയെന്ന് പറഞ്ഞ ഹലുവക്കടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തൂത്തുക്കുടി ഭാഗത്തേക്ക് പോയാലോ എന്നൊരു ആലോചന. എന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. ഇപ്പോൾ ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അനിൽ സാറ് കുറച്ച് ഇരുട്ടുകടയിൽ നിന്നുള്ള അലുവയൊക്കെ കിട്ടി അല്ലേ? ഇവിടെ നീ ഒരു എപ്പിസോഡ് ചെയ്തതല്ലേ? ആ, ചെയ്തതാണ്. ഇരുട്ടുകട ഹൽവ വളരെ ഫേമസ് ആണ്. തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിപ്പിച്ചാണ് ഈ ഒരു ഹൽവ. ഇത് ക്യൂ നിൽക്കാതെ സാറിന് കിട്ടി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറ്, അവിടെ ഇങ്ങനെയാണോ പാക്കറ്റിൽ വിൽക്കുന്നത്? ഈ പാക്കറ്റിലാണോ വിൽക്കുന്നത്? പാക്കറ്റ് ഇതല്ല, ഞങ്ങൾക്കൊരു മറ്റേ ഒരു പേപ്പർ ടൈപ്പ് ഇതിലാണ് തന്നത്. ആണല്ലേ? എനിക്ക് തോന്നുന്നു അവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ അവരുടെ ബ്രാൻഡ് ഉപയോഗിക്കണമെങ്കിൽ ഇതെന്തായാലും ആർക്കെങ്കിലും അടിച്ചേർക്കാൻ പറ്റില്ല. അതെ അതെ അതെ. ഇത് കുറച്ചുകൂടെ നല്ല പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അല്ലേ? അതെ, ഹൽവൈ. എന്നാൽ പോകല്ലേ? എങ്ങനെയുണ്ട് ഹോട്ടലിൽ? കൊള്ളാല്ലേ? സായിബാല വെജിറ്റേറിയൻ വൃത്തിയുണ്ട്. അത്യാവശ്യം ഹൈവേയിലുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. എവിടെ നിന്ന് നോക്കിയാലും കാണാം. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ആ കാണുന്ന മല കണ്ടോ അങ്ങ്? അത് കുറച്ച് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിംഗം 2, സിംഗം 1 ഫസ്റ്റിലൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ദുൽഖറിൻ്റെ പടം, അതിനകത്തുണ്ട് ആ റോഡ്. അപ്പോൾ എന്തായാലും നമുക്കിനി യാത്ര തിരിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ തിരിച്ച് കാറി കയറുകയാണ്. ഹോട്ടൽ സായിബാല. യെസ്. അപ്പോൾ സാറേ, ഇതാണ് നമ്മുടെ ആ ഒരു സിനിമ സ്പോട്ട്. സിനിമ ഷൂട്ടിംഗ് അങ്ങനെ എവിടെയാ ഇതിന്റെ ഷൂട്ടിംഗ്? റോഡിലോ? ഈ മെയിൻ റോഡിലാണ് അവർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതായത് ഒന്ന് ദുൽഖർ ബുള്ളറ്റുമായിട്ട് ഇതിലെ പാസ് ചെയ്യുന്ന പോകുന്ന ഒരു ഷോട്ടോ, പിന്നെ അതുകൂടാതെ അദ്ദേഹം ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് റോഡിലേക്ക്. അങ്ങനെ ഒരു ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. മല കട്ട് ചെയ്തിട്ട്. അതെ അതെ അതെ, നല്ല ഭംഗിയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സിംഗ് ഫസ്റ്റില് പ്രകാശ് രാജ് റോഡിലൂടെ നടന്നു വരുന്നൊരു ഷോട്ടുണ്ട്. അപ്പൊ അതും ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടൊരു ഒരു നല്ല സിനിമാറ്റിക് സ്ഥലമാണ്. സിനിമാറ്റിക് പ്ലേസ് ആണ് എന്നൊക്കെ. പക്ഷെ നല്ല ഭംഗിയല്ലേ? ശരിയാ, നല്ല സ്ഥലമാണ്, അടിപൊളി ഒരു സ്ഥലമാണ്.
ടൗണിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തല്ലോ, ഫുഡ് കഴിച്ചപ്പോഴാണ് പെട്ടെന്ന് ബോധോദയം കിട്ടിയത്. തിരുനെല്ലിയിൽ ടൗണിൽ പോയി കഴിഞ്ഞാലേ ഒന്നാമത് ഭയങ്കര കൺജസ്റ്റഡ് ആയുള്ള ഒരു വഴിയാണത്. ടൗണാണ്. നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനോ. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനും ആരുടെയും കൂടെ അവിടെ സയൻസ് സിറ്റി ഉണ്ടല്ലോ, അവിടെ കയറി. നല്ല രസം കേട്ടോ സയൻസ് സിറ്റിയിൽ. അവിടുത്തെ എന്താണത്? സയൻസിന്റെ സയൻസ് സിറ്റി. Continue on National Highway 44 for 3 kilometers. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സയൻസ് സിറ്റി പോയി ഞങ്ങള്. പിന്നെ ഇരുട്ടുകട, സാറിപ്പോ ഹൽവ വാങ്ങിച്ചില്ലേ, ആ കടയിൽ പോയി. അതൊക്കെ നല്ല രസം കേട്ടോ. അതൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ ഒന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം. കാരണം ഇരുട്ടുകടയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അവര് 1 മണിക്കൂർ കൊണ്ടാണ് അവര് ബിസിനസ് അവിടെ ചെയ്യുന്നത്. ഒരു 6 മണിയാകുമ്പോ ഒന്ന് ഷോപ്പ് തുറക്കും, ഒരു 5:30 6 തോന്നുന്നു ഒന്ന് ഷോപ്പ് തുറന്ന് ഒരു 7:30 ആകുമ്പോ അവര് കട അടച്ചിട്ട് അവരങ്ങ് പോകും. അതിനകത്ത് ലൈറ്റ് ഒന്നും ഇല്ല. ലൈറ്റ് ഉണ്ട്, ഇരുട്ടുകടന്ന് അതിന്റെ പേര്. പിന്നെ ക്യൂ ആണ് സാർ, ഭയങ്കര ക്യൂ ആണ്. കുറെ ആൾക്കാർ ഇങ്ങനെ. ഞാനോർത്ത അമ്പലത്തിലേക്കുള്ള, കാരണം ചേർന്നിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളോർക്കും അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്ന ആൾക്കാരുടെ ക്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ചുമ്മാ ഒരു സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഇവിടെ ക്യൂ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലേ, ഇത് ഹലുവ മേടിക്കുന്ന കട, ഇരുട്ടുകട. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ സംസാരം കേട്ടപ്പോൾ വിളിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഹലുവ വാങ്ങിക്കും. അപ്പൊ സാറേ ഭയങ്കര വ്യൂ ആണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം വന്നല്ല ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി SI സാർ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഹലുവയൊക്കെ മേടിച്ചത്. അപ്പൊ എന്റെ കൂടെ വന്ന ആൻ്റെ ഉണ്ടല്ലോ, ആൻ്റെ ഞാനും കൂടെ അന്ന് ആ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഞാനും ആൻ്റെ കൂടെ പോയിട്ട് ഹലുവ വാങ്ങിച്ച്. നല്ല ടേസ്റ്റ് കേട്ടോ. പൊടിക്കും മധുരം കൂടുതലുണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാ. ശരിക്കും നെയ്യ് കൊണ്ടൊക്കെ ഉണ്ട് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മളുടെ നാട്ടിലെ ഹൽവയും ഈ തിരുനെൽവേലി ഹൽവയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാല് നമ്മളുടെ കുറച്ച് കട്ടി ഉണ്ടാവും. ഇതിങ്ങനെ നമ്മുടെ ഹൽവ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കാം. പക്ഷെ ഇതിങ്ങനെ കോരി എടുക്കണം. ഒരു അതായത് ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ ചക്ക വരട്ടിയൊക്കെ എടുക്കുന്ന സ്റ്റൈലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിംഗ് ഒക്കെ ഇല്ലേ നമ്മൾ കഴിക്കുന്നേ, അതിന്റെ ഒരു മെത്തേഡില്ല. നമുക്ക് ഇങ്ങനെ സാറ് പറഞ്ഞ സ്കൂളിൽ ഇങ്ങനെ കോരി കഴിക്കാവുന്ന. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലുള്ള കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ മുറിച്ച് കഴിക്കാം കൈകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം എന്തായാലും കൊള്ളാം. നേരെ സാറ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ പ്രാവശ്യം പോയിട്ടേ കഴിച്ചിട്ടൊരു അഭിപ്രായം പറയാം. 300 meters at the roundabout, take the third exit onto National Highway 138. അപ്പൊ എന്തായാലും നമുക്ക് തൂത്തുക്കുടി ഭാഗത്തേക്ക് തന്നെ പോകാം. തൂത്തുക്കുടിയില് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു ഞാൻ ആൻഡോയെ, പക്ഷെ കുറെ കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പിന്നെ തിരിച്ചു പോരുകയായി. പിന്നെ എന്തെങ്കിലും കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് തൂത്തുക്കുടിയിലേക്ക് അതൊക്കെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടുന്നൊക്കെ തിരിയണമെന്ന് അവർ പറയുന്നുണ്ട്. നേരെ പോയ മധുര, ഈ റൗണ്ട് ബോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് വലത്തേക്ക് പോകണം. അത് ഇവിടുന്ന് റൈറ്റ് അല്ലേ തൂത്തുക്കുടിയൻ? അതെ. Continue on National Highway 138 for 41 kilometers. Yes, അങ്ങനെ നമ്മൾ തൂത്തുക്കുടി റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൂത്തുക്കുടി എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നിട്ടുള്ള എയർപോർട്ടിൽ. അതല്ലേ, എയർപോർട്ട് 32. പിന്നെ വേറെ എന്താ 32 പോർട്ട് ഉണ്ടാവും. തൂത്തുക്കുടി ഹാർബർ 50 കിലോമീറ്റേഴ്സ്. തൂത്തുക്കുടിയൻ 48 കിലോമീറ്റേഴ്സ്. ഹാർബർ 50. എയർപോർട്ടാണ് അപ്പോൾ ഏറ്റവും അടുത്തുള്ളത്. അപ്പം ഇനി നമുക്ക് ഫ്ലൈ ചെയ്ത് നേരെ കേരളത്തിലേക്ക് പോകാം. ഡിഫൻസിൻ്റെ ഒന്നുമല്ലോ? ഡിഫൻസിൻ്റെ അല്ല, സിവിൽ എയർപോർട്ട്. ഓ ഓക്കെ. അതുപോലെ തൂത്തുക്കുടി മറ്റേ പിന്നെ ഹാർബർ മാത്രമല്ല, പോർട്ടും ഉണ്ട്. സീ പോർട്ട്, വളരെ പഴയ പോർട്ടാണ് തൂത്തുക്കുടി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, തൂത്തുക്കുടി പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മുടെ ജിയോഗ്രാഫിക്കലി നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പെനൻസുല ഉണ്ടല്ലോ, ഇന്ത്യൻ പെനൻസുലയുടെ ഇങ്ങേ സൈഡ്, നമ്മുടെ അറേബ്യൻ സീയുടെ സൈഡ് പൊതുവെ തീരത്തോട് അടുത്തിട്ട് വലിയ ആഴമില്ലാത്തതാണ്. അതേസമയം നമ്മുടെ ബേ ഓഫ് ബംഗാൾ സൈഡ് ഉണ്ടല്ലോ, അതിനകത്ത് കോറമണ്ടൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ തീരത്തോട് അടുത്ത് വളരെ ആഴം കൂടിയ, അതായത് ഒരു 24-25 മീറ്റർ ഒക്കെ ആഴം ഉണ്ടാവും തീരത്തിന്. അപ്പൊ ഈ കോറമണ്ടൽ ഈ ഒരു അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങുന്നത് നമ്മുടെ വിഴിഞ്ഞത്തു നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു സവിശേഷത. കൊച്ചി പോർട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ആ അഴിമുഖത്തായോണ്ട് ഈ എക്കലിങ്ങനെ വന്ന് അടിഞ്ഞിട്ടെ, കൊച്ചി പോർട്ട് എപ്പോഴും ഇങ്ങനെ മണ്ണ് കൊണ്ട് അടിയുക. അപ്പോൾ അവർക്ക് എപ്പോഴും എല്ലാ ദിവസവും ഡ്രഡ്ജ് ചെയ്താലേ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ആഴം അവിടെ നിലനിർത്താനാവുള്ളൂ. കൊച്ചി പോർട്ടിൻ്റെ ഒക്കെ ആ ഒരു കയറി വരുന്ന ഒരു ആഴം ഒരു 14 മീറ്റർ മാത്രമാണെന്നാണ് ഞാൻ
മനസ്സിലാക്കുന്നത്. അതേസമയം പിന്നെ വിഴിഞ്ഞത്താണെങ്കിൽ സ്വാഭാവികമായിട്ട് 24 മീറ്റർ ആഴമുണ്ട്. ഈ വിഴിഞ്ഞം തൊട്ട് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഈ തൂത്തുക്കുടി നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിലുള്ള പോർട്ടിലൊക്കെ ഡ്രഡ്ജിങ്ങിൻ്റെ അധികം ആവശ്യമില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് കരയിൽ നിന്ന് വളരെ നല്ല ആഴം വരുന്ന ഒരു ജിയോഗ്രാഫിക്കൽ രീതിയാണത്. അത് തൂത്തുക്കുടിയും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഹൈദരാബാദും മറ്റേ ഇവിടെ ഉണ്ടല്ലോ, ഹൈദരാബാദ് അല്ല നമ്മുടെ വിശാഖപട്ടണം. അത് തന്നെയാണ്. വിശാഖപട്ടണമൊക്കെ ബേ ഓഫ് ബംഗാളിന്റെ അതിന്റെ സൈഡാണ്. പിന്നെ ബേ ഓഫ് ബംഗാളിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എപ്പോഴും സൈക്ലോൺ രൂപപ്പെടുന്ന ഒരു ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പത്രത്തിൽ കാണത്തില്ല, ആന്ധ്രയിൽ സൈക്ലോൺ വന്നിട്ട് ഒരുപാട് അപകടം സ്കൂളിൽ. പക്ഷെ അവർ സൈക്ലോണിനെ ഓവർകം ചെയ്യാനായിട്ട് സൈക്ലോൺ ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന് വാർണിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ സൈക്ലോൺ വരുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ കൂടുതൽ അതിൻ്റെ സൈക്ലോൺ സെൻസിറ്റീവ് ഏരിയസിലുള്ള ആൾക്കാർ അവർ ഈ ഷെൽട്ടേഴ്സിൽ പോയി താമസിക്കും. അപ്പം അങ്ങനെ മരണനിരക്ക്, ഫെറ്റാലിറ്റി റേറ്റ് വളരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൂത്തുക്കുടിക്ക് പോവുകയാണ്. തൂത്തുക്കുടിക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ചെയ്ത് ഒരു ചെറിയ വഴിയിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വളരെ ചെറിയ വഴിയാണ്. ഇതൊരു ഗ്രാമത്തിനുള്ളിലേക്കുള്ള ഒരു വഴിയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഗ്രാമക്കാഴ്ചകളാണ്. ഗ്രാമക്കാഴ്ചകൾ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത വീഡിയോയിൽ ഗ്രാമക്കാഴ്ചകൾ കാണാം. ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ ഗ്രാമക്കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.